നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആരോഗ്യ മേഖലയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന കേരളത്തിൽ ഇതാ നാണക്കേടായി വേദനയായി ഒരു വാർത്ത പുറത്തുവരികയാണ്. ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ വീമ്പിളക്കി നടക്കുന്നത് മാത്രം അറിഞ്ഞാൽ പോരാ, ഈ വാർത്ത കൂടി കേൾക്കേണ്ടതുണ്ട്. മലപ്പുറം പെരുവള്ളൂരിൽ വിഷബാധയേറ്റ് ചികിത്സയിലിരുന്ന 5 വയസ്സുകാരി മരിച്ചു. മലപ്പുറം സ്വദേശി സിയ ഫാരിസ് ആണ് മരിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. രാത്രി 2 മണിയോടുകൂടി മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. തെരുവ് നായയുടെ കടിയേറ്റ കുട്ടിക്ക് പ്രതിരോധ വാക്സിൻ എടുത്ത ശേഷവും വിഷബാധ ഏൽക്കുകയായിരുന്നു. മാർച്ച് 29-നാണ് പെരുവള്ളൂർ കാക്കത്തടം സ്വദേശി സൽമാൻ ഫാരിസിന്റെ മകൾ സിയയെ തെരുവ് നായ ആക്രമിച്ചത്. വീടിനടുത്തുള്ള കടയിൽ പോയി മടങ്ങി വരുന്നതിനിടയിലായിരുന്നു നായയുടെ ആക്രമണം ഉണ്ടായത്. തലയിലും കാലിലുമാണ് കടിയേറ്റത്. കുട്ടിയെ രക്ഷിക്കുന്നതിനിടെ അയൽവാസിയായ റാസിനും പരിക്കേറ്റിരുന്നു. മറ്റ് 5 പേരെ കൂടി അന്ന് ഈ നായ കടിച്ചിരുന്നു. 3 മണിക്കൂറിനുള്ളിൽ കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ച് പ്രതിരോധ വാക്സിൻ നൽകി. കഴിഞ്ഞ ദിവസങ്ങളിൽ കടുത്ത പനി അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് വീണ്ടും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത്. പിന്നാലെ വിഷബാധ സ്ഥിരീകരിക്കുകയായിരുന്നു. തലയ്ക്ക് കടിയേറ്റതാണ് പ്രതിരോധ വാക്സിൻ ഫലിക്കാതിരിക്കാൻ കാരണമെന്നാണ് മെഡിക്കൽ കോളേജ് അധികൃതർ പറയുന്നത്. IDRV വാക്സിനും ഇമ്യൂണോഗ്ലോബിനും കുട്ടിക്ക് നൽകിയിട്ടുണ്ട് എന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ വ്യക്തമാക്കിയിരുന്നു. റാബീസ് വൈറസ് തലച്ചോറിനെയാണ് ബാധിക്കുക. തലയ്ക്ക് കടിയേറ്റതിനാലാണ് പ്രതിരോധ വാക്സിൻ ഫലിക്കാതെ വന്നത് എന്നാണ് ചികിത്സിച്ച ഡോക്ടർമാർ പറയുന്നത്. കുട്ടിക്ക് വീണ്ടും വിഷബാധ സ്ഥിരീകരിച്ചതോടെ കടിയേറ്റ മറ്റുള്ളവരും ആശങ്കയിലാണ്. നായയുടെ കടിയേറ്റ മറ്റുള്ളവരുടെ രക്തസാമ്പിളുകൾ കൂടി ശേഖരിച്ച് ആശങ്ക ഒഴിവാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. 1 മാസം മുമ്പാണ് കുട്ടിയെ തെരുവ് നായ കടിച്ചത്. ആശുപത്രിയിലെത്തി വാക്സിൻ എടുത്ത് വീട്ടിലേക്ക് മടങ്ങിയിരുന്നു. മുറിവ് ഉണങ്ങി കുട്ടി വീണ്ടും കളിക്കാൻ തുടങ്ങിയിരുന്നു. എന്നാൽ കുട്ടിക്ക് വീണ്ടും പനി സ്ഥിരീകരിക്കുകയായിരുന്നു. കുഞ്ഞിന്റെ അച്ഛനാണ് സൽമാൻ ആണ് ഇക്കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നത്. 1 മാസം മുമ്പാണ് കുട്ടിയെ തെരുവ് നായ കടിച്ചത്. ആശുപത്രിയിലെത്തി വാക്സിൻ എടുത്ത് വീട്ടിലേക്ക് മടങ്ങിയിരുന്നു. മുറിവ് ഉണങ്ങി കുട്ടി വീണ്ടും കളിക്കാൻ തുടങ്ങിയിരുന്നു. എന്നാൽ ഒരാഴ്ച മുമ്പ് വീണ്ടും കുഞ്ഞിന് പനി വന്നു. ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് വിഷബാധ സ്ഥിരീകരിച്ചത്. 6 ദിവസമായി കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. നിലവിൽ ICUവിലുള്ള കുഞ്ഞിന്റെ നില അതീവ ഗുരുതരമായിരുന്നു എന്നാണ് പിതാവ് ഇന്നലെ പ്രതികരിച്ചത്. എന്നാൽ മണിക്കൂറുകൾക്കിപ്പുറം പിതാവ് വളരെ വേദനയോടുകൂടി ആഗ്രഹിക്കാത്ത വാർത്ത പിതാവിനെ തേടി എത്തിയിരിക്കുകയാണ്. തലയ്ക്ക് കടിയേറ്റതാണ് ആരോഗ്യനില ഗുരുതരമാകാൻ കാരണം. തെരുവ് നായ ആക്രമണത്തെ തുടർന്ന് കുഞ്ഞിന്റെ തലയിൽ മാത്രം 20 സ്റ്റിച്ചുകളാണ് ഉള്ളത്. എന്തായാലും കഴിഞ്ഞ ദിവസം കുഞ്ഞിന്റെ അച്ഛൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് നമുക്കൊന്ന് കേൾക്കാം. ഡോക്ടർമാരെ നോക്കാന്ന് പറഞ്ഞ അതേപോലെ കിടക്കാണ്. ഒരിതുമില്ല, മാറ്റങ്ങളൊന്നുമില്ല. ഇന്ന് രാവിലെ ഒന്ന് കണ്ണ് തുറന്നുള്ള ഒരു ഇതുള്ളൂ, അപ്പൊ തന്നെ പൂട്ടിയും ചെയ്തേക്കണം. വേറൊരു ഒന്നും ഇതാണില്ല. കാരണം കുട്ടി നമ്മളെ ഒരു ഉമ്മ അപ്പാന്നൊരു വിളി വിളിച്ചാ മതി, നമുക്കൊരു ഇതാണ്. പക്ഷെ ആരും മനസ്സിലാതെ കെടുക്കാണ് കുട്ടി. ആ കിടപ്പ് കെടുക്കുകയാണ്. ഇവിടെ കൊണ്ടുവന്നേ ഇവിടെ കൊടുത്തിട്ട് ഇപ്പൊ ഇന്നൊക്കെ ഒരു 6 ദിവസമായി. സംഭവിച്ചിട്ട് പെരുന്നാളിന്റെ 2 ദിവസം മുന്നേ സംഭവിച്ചാണ്. പിന്നെ അത് ഫുള്ള് മുറിയൊക്കെ ഫുള്ള് ഉണങ്ങിയതാണ്. സ്റ്റിച്ചൊക്കെ എടുത്ത് തലമത്ത് സ്റ്റിച്ചും കാലുമത്ത് തുന്നൊക്കെ എടുത്ത് ഇതാക്കി ഫുള്ള് ഉണങ്ങിക്കാണ്ട് ക്ലിയർ ആയതേനു. അങ്ങനെ കുട്ടിനെ സാധാ നോർമൽ കുട്ടികളൊക്കെ കൂടെ കളിക്കലൊക്കെ തുടങ്ങിയത് കുട്ടി. അങ്ങനെ പെട്ടെന്ന് ഒരു പനി പനിച്ചതാണ്. പനിച്ചിക്കാണ്ട് നേരം നമ്മള് സാധാ പനിയാ വിചാരിച്ചു, പേടിപ്പനിയാണെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ നാട്ടിലുള്ള പ്രൈവറ്റ് കുട്ടികളെ ഡോക്ടറെയും കാട്ടി അവിടെ നിന്ന് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി കാണിച്ചപ്പോ അവർക്കും പനിയാണെന്ന് വിചാരിച്ച് നിന്നൊരു പേടിപ്പനിയാ വിചാരിച്ചു. കുട്ടി ഒരു വിറലുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിറക്കും. എന്നിട്ട് അങ്ങനെ ഈ പനിയും വിറയിലൊക്കെ വന്നപ്പോഴത്തേക്ക് ആദ്യം എവിടെ കൊണ്ടുപോയത്? ആദ്യം നമ്മള് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ, നമ്മളെ നാട്ടിലെ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഉണ്ട്, അവിടെ പോയി കാണിച്ച് അവിടെ അവര് മരുന്നും തന്നു. പിന്നെ കഴിഞ്ഞത് മാറണില്ല. കാരണം കുട്ടി പിന്നെ അതിന്റെ ശേഷം ഉറങ്ങണമില്ല. കുട്ടി ഇങ്ങനെ കിടക്കാണ്, ഉറങ്ങണില്ല. രാത്രി ആകുമ്പോഴും നേരം വിളിക്കോളും അപ്പ കെട്ടിപ്പിടിച്ചിങ്ങനെ ഇങ്ങനെ ഉറങ്ങാതെ കിടക്കാണ് കുട്ടി. 2 ദിവസം ഉറങ്ങിയിട്ടില്ല കുട്ടി. പിന്നെ കഴിഞ്ഞ് ഇങ്ങനെ അത് ശരിയാകുന്ന പിന്നെ തിരുവരങ്ങാടി ഹോസ്പിറ്റലിൽ തന്നെ ആദ്യം കൊണ്ടുപോയി തിരുവരങ്ങാടി ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുപോയി അവിടുന്ന് നേരെ ഒരു മരുന്ന് ഇതൊക്കെ കൊടുത്ത് അവിടുന്ന് ഒരു ഭേദമാകുന്നില്ല. കുട്ടി പറയല തന്നെ. അപ്പൊ അവർക്ക് ചെറിയൊരു ഡൗട്ട് തുടങ്ങിയപ്പോ നേരെ അവര് 108 ആംബുലൻസിൽ നേരെ മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ പറഞ്ഞു. അവിടുന്ന് നേരെ ആ വരവ് വന്നതാണ്. ഇപ്പൊ ഇന്നൊക്കെ 6 ദിവസമായി. സ്ഥിരീകരിച്ച തിരുവനന്തപുരത്തേക്ക് ഇവിടെ അതിന്റെ ഒരു ഇതില്ലല്ലോ. അപ്പൊ തിരുവനന്തപുരത്തേക്ക് അങ്ങോട്ട് വിടാനായി രക്തം ഇത് വിടാൻ പറഞ്ഞു. അത് അതേപോലെ കറക്റ്റ് ടൈമിൽ 8:45 പിറ്റേ ദിവസം 8:45 മുന്നായിട്ട് അവിടെ എത്തിച്ചപ്പോ തന്നെ അതിന്റെ വൈകുന്നേരം കഴിയുമ്പോഴത്തേന് റിസൾട്ട് വന്നു. ഇതെന്തായിരുന്നു അന്ന് സംഭവിച്ചത്? കുട്ടി എങ്ങനെയാണ് ഈ നായുടെ കടിയേക്കാൻ? കുട്ടി വീടിന്റെ മുന്നിൽ കടയിലേക്ക് പോയത്. അവിടെ അടുത്ത് തന്നെ വീടിന്റെ മുന്നിൽ തന്നെ കട ഉണ്ട്. ആ കടയിലേക്ക് പോയതാണ്. എന്റെ മോളും കാരണവലെ മോളും കൂടി പോയതായിരുന്നു. നായ ഓടിച്ച അതാണ്
നായ ഓടിച്ചിട്ട് കുട്ടി അങ്ങനെ അങ്ങനെ ഒരു സ്ലോ ആണ് കുട്ടി. കാരണം മോളപ്പോ ഇതിന് നായിനെ കണ്ടപ്പോ പാഞ്ഞു. അവളവിടെ നിന്ന് റോട്ടുമ്പോ നിന്ന് അങ്ങനെ നിന്നതില് കുട്ടിനെ പിടിച്ച് കണ്ട് കടിച്ച് പിച്ച് അങ്ങനെ അടുത്തുള്ള അയൽവാസി രണ്ടാള് വന്നീന്, അതിന്റെ മോനും കാക്കി വന്നീന്. അപ്പൊ മോന് പിടിച്ചു മാറ്റിന്റെ ഇടയിൽ കൂടെ മോന്റെ കണ്ണിന്റെ ഇവിടെ കണ്ട് മാന്തിയതില് അവന് എന്താ സംഭവിച്ചെന്ന് അറിയാതെ ഓനെ സാധാരണ സംഭവം അങ്ങനെ തന്നെ. നമ്മളെ കണ്ണിന്റെ ഇവിടെ മാന്തിന്റെ നമുക്ക് എന്താ പറ്റിയെന്ന് അറിയില്ലല്ലോ. അപ്പൊ ഓൻ പോയി. അപ്പൊ ഓന്റെ പാനെ കൊണ്ട് കൈന്റെ പോലെ അങ്ങോട്ട് ഇങ്ങോട്ട് ആട്ടിയ ഇങ്ങോട്ടും കുട്ടിനെ റോട്ടുമ്പോട്ട് കണ്ട് കുട്ടി ഇങ്ങനെ തിരിയാണ് കിടന്നത്. ഒരു കൈയിട്ട് കണ്ട് ഇങ്ങനെ തിരിയാണ്. നായി പിടിച്ച് കടിച്ച് പറിച്ച് ഇതാക്കാണ്. അങ്ങനെ മൂപ്പര് കുറെ കല്ല് ഇട്ടിട്ട് വടിയിട്ടൊക്കെ ഇതാക്കിയിട്ട് ഇങ്ങോട്ടും വിടുന്നില്ല. അങ്ങനെ അപ്പൊ ഇതിന്റെ വൈഫ് പറഞ്ഞു നിന്ന് വീട്ടിൽ നിന്ന് കുട്ടികളെ കാണാതായപ്പോ റോട്ടുമ്പോ കയറിയതായിരുന്നു. വീടിന്റെ അടുത്ത് തന്നെ റോഡാണ്. തൊട്ടടുത്ത് തന്നെ കട. റോട്ടുമ്പോ കയറിയപ്പോ ഇങ്ങനെ സംഗതിയാണ്. അപ്പൊ ഞാൻ വർക്കിന് പണിക്ക് പോയതേന്. കൊച്ചിന്റെ എവിടെയൊക്കെ കടിയേറ്റത്? കാലിന് ഇവിടൊക്കെ കടിയിട്ട് ഇവിടൊക്കെ കടിച്ചു നോക്കിയാണ്. പക്ഷെ ഇവിടെ നിന്ന് ഇറച്ചി കിട്ടാഞ്ഞിട്ടാണ് പിന്നെ തലക്കും കടിച്ച്. പിന്നെ ലാസ്റ്റാണ് മസിലിന്റെ ഇവിടെ കടിച്ചു കണ്ടാണ് ഒന്നാ പൊളഞ്ഞ് ഒന്നാണ് ചാടീന്, പുറത്തേക്ക് ഒന്നാ ചാടീന്. നിങ്ങൾ അന്ന് എവിടെ ആശുപത്രിയിലാണ് കൊണ്ടുപോയത്? അത് കഴിഞ്ഞ് നേരെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്കാണ് നേരെ കൊണ്ടുപോയത്. തിരുവങ്ങാടി ഹോസ്പിറ്റലിൽ നേരെ അവിടുന്ന് ഒരു ഡെറ്റോൾ കെട്ടിക്കാണ്ടല്ല കേൾക്കാം. അവിടുന്ന് ഇഞ്ചക്ഷൻ എന്തോ അടിച്ചിക്കണെന്നാ പറഞ്ഞു. ഡെറ്റോൾ ഇട്ടിക്കാണ്ടല്ല കേൾക്കാൻ പറഞ്ഞു. കേക്ക് വൃത്തിയാക്കിക്കാണ്ട് നേരെ കോളേജിലേക്ക് എഴുതി തന്നു. നേരെ കോളേജിലേക്ക് വന്ന് പിന്നെ അവിടുന്ന് ഇവിടുന്ന് പോലെ ഇഞ്ചക്ഷൻ കുത്തിക്കാണ്ട് കുറെ ഇഞ്ചക്ഷൻ കുത്തി. അങ്ങനെ ഒരു 48 മണിക്കൂർ കഴിയാതെ നമുക്ക് ഒരിക്കലും എന്തും ചെയ്യാൻ പറ്റില്ല. അപ്പൊ 48 മണിക്കൂറിന് വരെ വീട്ടിൽ പറഞ്ഞു വെച്ച് 2 ദിവസം കഴിഞ്ഞാൽ പെരുന്നാളിന്റെ പിറ്റേ ദിവസം പിന്നെയും വന്ന് ഇത് സർജറി കാലിന്റെ ഓപ്പറേഷൻ വേണമെന്ന് പറയാം. അപ്പൊ ഓപ്പറേഷൻ ചെയ്ത് ക്ലിയറാക്കി തുന്നി തലക്ക് 10 സ്റ്റിച്ച് വിട്ട്. അങ്ങനെ അത് കഴിഞ്ഞുകൊണ്ട് നേരെ 2 ദിവസം ഇവിടെ നിർത്തി. ഇങ്ങനെ വീട്ടിൽ പറഞ്ഞു വെച്ച് ഏകദേശം ഒരു ആഴ്ച 2 ആഴ്ച കഴിയുമ്പോൾ മുറി ഉണങ്ങിക്കണം, പെട്ടെന്ന് ഉണങ്ങിക്കണം. പ്രതീക്ഷിക്കാത്ത ഇതിൽ തന്നെ പെട്ടെന്ന് ഉണങ്ങിയാണ് മുറി. ഒരാഴ്ച കൊണ്ട് തന്നെ അങ്ങനെ ഇത് കഴിഞ്ഞ് സ്റ്റിച്ചൊക്കെ എടുത്ത് ഒക്കെ ക്ലിയറായി. കുട്ടി നോർമൽ ആയിക്കൊണ്ട് കുട്ടികളെ കൂടെ ഒക്കെ കളിക്കാൻ തുടങ്ങിയാണ്. പുറത്തേക്ക് ഇറങ്ങി കളിക്കല് തുടങ്ങി. വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല? വേറെ ഒരു പ്രശ്നമില്ല. പിന്നെ പെട്ടെന്ന് ഇറങ്ങിയ കയറിയിൽ പിന്നെ പനിക്കാൻ തുടങ്ങിയതാണ് കുട്ടി. നമ്മള് സാധാ പനിയാ വിചാരിച്ച് ഒരു ബെറലും ഉണ്ടേന് കുട്ടിക്ക്. നമ്മള് ബെറൽ പനി അങ്ങനെ പേടിച്ചിക്കാണ്ടുള്ള ആ പനിയാണെന്ന് വിചാരിച്ചു നിന്ന്. ഞാൻ തിരുവങ്ങാടി ഹോസ്പിറ്റലിൽ ഉണ്ട്. ഇപ്പൊ ഇങ്ങനെ അവരും വിചാരിച്ചത് പനി എന്തെങ്കിലും വിചാരിച്ച്. അങ്ങനെ ഒരു ഇത് മാറാതായപ്പോ അങ്ങനെ കുട്ടിനെ പറയലത് കണ്ടപ്പോ ഒരു ഡോക്ടർക്ക് ഡൗട്ട് തുടങ്ങിയപ്പോ നേരെ 108 ആംബുലൻസിന് നേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ഇങ്ങോട്ട് വിട്ട്. ഇവരെന്താ പറയുന്നത്? ഇതെന്താണ് ഇങ്ങനെ ഈ വിഷബാധ വരാനുള്ള കാരണം? ഈ കുത്തിവെച്ചതല്ലേ? കുത്തിവെച്ചാൽ സാധാരണ വരാറുണ്ടോ? അവര് പറഞ്ഞാണ് തലന്റെ ഇത് നെറൂലെല്ലാം കടിച്ചത്. അപ്പൊ നേരിട്ട് നമ്മളെ കാലിനൊക്കെ കടിച്ചതാണെങ്കിൽ ഇവിടെ കയറി ഇങ്ങോട്ട് തലച്ചോറ്റിക്ക് എത്താൻ ടൈം എടുക്കും. പക്ഷെ അത് നേരെ തലച്ചോറിന്റെ ഇവിടെ മേലല്ല ഈ കടിച്ചുകൊണ്ട് പൊളച്ചെടുത്തിക്കണല്ലോ. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് ഇതാണെന്ന് അവരങ്ങനെയാണ് ഇവര് പറയുന്നത്. ഈ കുത്തിവെച്ചാലും അങ്ങനെ കടിച്ചാലും ഭേദമാവില്ലെന്നാണ് പറയുന്നത്. അതൊന്നും അവര് പറയണില്ല. അവര് എന്താന്ന് കൃത്യമായ വിശദീകരണം നൽകുന്നില്ല, നിങ്ങളോട് പറയുന്നില്ല. ഇങ്ങനെ സംഗതികളൊക്കെ അവര് പറയുന്നുണ്ട്. കാര്യങ്ങൾ മരുന്നെന്തെങ്കിലും നിലവാരം കുറഞ്ഞ അങ്ങനെ എന്തെങ്കിലും ആണെന്ന് സംശയം? ഇതിനായിട്ടുള്ള ഒരു മരുന്നില്ല എന്ന് അവര് ആദ്യം കുത്തിവെച്ച മരുന്ന് ഇനി നിലവാരം ഇല്ലാത്തത് കൊണ്ട് വല്ലതും ആണോ അതോ എന്തെങ്കിലും അറിയില്ല എന്താന്ന് ഇതിന്റെ ഒരു സത്യം. കൃത്യമായിട്ട് കുട്ടി അങ്ങനെ കെടുക്കില്ല, നമുക്കൊന്നും കാട്ടാൻ കഴിയില്ലല്ലോ. പറയുന്നില്ല അങ്ങനെ അവരിങ്ങനെയാണ് പറയണത്. അവരെ കൊണ്ട് കഴിയേണ്ട പോലെ അവര് നോക്കുന്നുണ്ട് എന്നാണ് അവര് പറയണത്. മെച്ചപ്പെടുന്നുണ്ടോ ആരോഗ്യസ്ഥിതി? ഇല്ല, ഇന്ന് രാവിലെ ഒന്ന് കണ്ണ് തുറന്നു എന്നാണ് പെങ്ങള് പറഞ്ഞത്. നമ്മളതിന്റെ ഉള്ളിൽ കയറാൻ പറ്റൂല, ഐസൊലേഷനിലാണ്. ഐസൊലേഷൻ. അതിന്റെ 2 പെങ്ങന്മാരാ, മൂത്ത പെങ്ങളും അതിന്റെ ഇളയ പെങ്ങളുമാണ് അതിന്റെ ഉള്ളിലുള്ളത്. ഞാനും വൈഫ് അമ്മ ഒരു പ്രാവശ്യം ഇന്നലെ വന്ന് ഒറ്റ പ്രാവശ്യം കാണിച്ചെന്നീന് കുട്ടിനെ.